എന്റെ അമ്മേ. പുതിയൊരു ബാർ നമ്മളെ ലിസ്റ്റില്ലല്ലോ. മാറി നെല്ലി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇത് ആശുപത്രിയാണ്. ആശുപത്രി? നമ്മളെന്തിനാ ആശുപത്രിയില്ലെന്ന്? എനിക്കെന്താ അസുഖം? എനിക്ക് അടി കൊള്ളാത്തതിന്റെ അസുഖം. ഒന്നും മിണ്ടാതിരിക്കടും. ആ സെക്യൂരിറ്റി അങ്ങനെ കണ്ടാ പിടിച്ച് പുറത്താക്കും. നമുക്കെന്തിനാ സെക്യൂരിറ്റി? നമുക്ക് ഒറ്റക്ക് പോവാലോ. താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഒരു പേഷ്യന്റ് ഇവിടെ മരിക്കാൻ കിടക്കുന്നു. അർജന്റായിട്ട് മരുന്ന് വാങ്ങാൻ വിട്ട് താൻ എവിടെ ആയിരുന്നു? ഏത് പേഷ്യന്റ്? പേഷ്യന്റ് സാറല്ലേ? ഇപ്പൊ പേഷ്യന്റ് ഞാനായി. സാറേ, അക്യൂട്ട് ട്രക്കിയോ ബ്രോങ്കൈറ്റൽ സിൻഡ്രോം പിടിച്ച ഒരു പേഷ്യന്റ് അവിടെ മരിക്കാൻ കിടക്കുന്നു. മരുന്ന് മേടിക്കാൻ പോയ താൻ എവിടെ ആയിരുന്നു? എന്ത് മരുന്ന്? ഓ, മറ്റേ മരുന്ന്. ഊതാൻ എന്തിനു വേണം? വെള്ളം വെള്ളം വെള്ളം. എടോ, ഡോക്ടർ ഹരിപ്രസാദിന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലല്ലോ. അയാളുടെ പേര് താൻ ഇല്ലാതാക്കുമല്ലോ. ഏത് ഹരിപ്രസാദ്? ഇപ്പൊ ഡോക്ടർ ഹരിപ്രസാദ്. ഏത് ഹരിപ്രസാദ്? എടോ, ഡോക്ടർ ഹരിപ്രസാദിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു വിട്ടാണ് താൻ. നടക്കണോ നടക്കണോ? നെല്ല് സാറേ, ഇന്ന് ഡോക്ടർ ഹരിപ്രസാദ് രണ്ടിലൊന്ന് എന്റെ അന്ത്യം ഇന്ന്. നടക്കണോ? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ബാലകൃഷ്ണനോട് ചോദിച്ചത്. ഞങ്ങളിങ്ങനെ പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി പോയതാ. അതെ അതെ, നല്ല കാറ്റാണല്ലോ വായിന്ന് വരുന്നത്. മദ്യപിച്ച് ലക്ക് കേട്ട് തോന്നുമ്പോ കയറി വരാൻ ഇറങ്ങി പോകാനും ഇത് സത്രമൊന്നുമല്ല. ഞാൻ ഡോക്ടറോട് പറയട്ടെ? അയ്യോ സിസ്റ്ററെ, ഇതൊക്കെ എന്തിനാ ഡോക്ടറോട് പറയുന്നത്? പ്ലീസ്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സമ്മതിച്ച് ഞാൻ അല്പം കുടിച്ച്. ഞാനൊരു കമ്പനി കൊടുത്തു. ബാലകൃഷ്ണൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. മറക്കുന്നില്ല സിസ്റ്ററെ, അതുകൊണ്ടല്ലേ സ്വല്പം കുടിക്കുന്നേ. സിസ്റ്റർക്ക് അറിയാമല്ലോ മരണത്തെ കാത്തു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്സഹായാവസ്ഥ. സത്യം പറയാമല്ലോ സിസ്റ്ററെ, ആകെ കൂടിയുള്ള ഒരു ആശ്വാസം മാലാഖമാരെ പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ സുന്ദരമായ മുഖം കാണുമ്പോഴാണ്. തീർച്ചയായിട്ടും ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അതെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ അല്പം കുടിച്ചുപോയി. അത് തെറ്റാണെന്ന് സിസ്റ്റർ പറയൂ? ഈ നിൽക്കുന്ന വർഗീസ് പറയൂ? ഇതൊക്കെ പറഞ്ഞ സിസ്റ്റർക്ക് മനസ്സിലാവും, പക്ഷെ ഡോക്ടർ ഹരിപ്രസാദിന് മനസ്സിലാവില്ല. കാരണം മനുഷ്യ ശരീരത്തെ കീറി മുറിക്കുന്ന അയാളുടെ മനസ്സ് പച്ചമാംസവും ചോരയും കണ്ട് മരവിച്ചിരിക്കുക. ആ ഡോക്ടർ പറഞ്ഞൊക്കെ നടക്കും തനിക്ക് തോന്നുന്നുണ്ടോ? പ്രൈവറ്റ് ആശുപത്രിയല്ലേ, കാശ് വിടുങ്ങാനുള്ള ഏർപ്പാടാവും. ഈ ഡോക്ടർ ബഹുമെടുക്കനെന്ന് എല്ലാരും പറയുന്നേ. അയാൾ ഏറ്റ സ്ഥിതിക്ക് ബാൽസാർ രക്ഷപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഈ ചൊറിയും ചിറങ്ങും വെച്ച് കെട്ടണ പോലെ അല്ലാതെ ഒരുത്തന്റെ ഹൃദയം മറ്റൊരുത്തന്റെ നെഞ്ചിൽ വെച്ച് പിടിപ്പിക്കണ പണിയാ. എനിക്ക് തോന്നില്ല ശരിയാവുന്നു. അവന് അത്രയും ആയുസുള്ളതെന്ന് കരുതി സമാധാനിക്കാം. പിന്നെ കുറെ കാശ് ചെലവാക്കാതെ മാത്രം. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ടിലൊന്നും നിൽക്കില്ല. മേനോൻ സാർ എന്തിനാ കാശ് ചാവുന്നത്? കെട്ടിച്ചു വിടാൻ ഒറ്റ മോളല്ലേ ഉള്ളൂ. പിശുക്കൊണ്ടല്ല വർഗീസേ, ഇതൊക്കെ ചെലവാക്കി അവരെ രക്ഷപ്പെടുത്തി എടുത്താലും പ്രയോജനം ഉണ്ടാവില്ലല്ലോ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ഗതിയാവും. നല്ലവരെയാണല്ലോ ഭഗവാൻ നേരത്തെ കൊണ്ടുപോണത്. അത് നേരാ. അതുകൊണ്ടാണല്ലോ ദൈവം അങ്ങനെ മേനോൻ സാറ് മല പോലെ നിർത്തിയിരിക്കുന്നേ. ഓരോരുത്തരുടെ മനസ്സും നാവും നിങ്ങളെ സംസാരിക്കാൻ തന്നെ ഞാനില്ലേ. ഇതുകൊണ്ടൊന്നും മതിയാവില്ല കേട്ടോ. നമുക്ക് ശരിയാക്കാം ബാലകൃഷ്ണ. എല്ലാവർക്കും കൊടുത്തു, എനിക്കില്ലേ? ഒന്ന് വഴിവിടൂ, വഴിവിടും മാറും. സാർ എന്തു പറ്റി ബാലകൃഷ്ണ? ഒന്നുമില്ല, ഒരു തലയിറക്കം. സാർ ആശുപത്രി പോകണോ? വേണ്ട. അല്ല, വല്ല വിഷമം തോന്നുന്നുണ്ട് ആശുപത്രി പോയി അഡ്മിറ്റ് ആവേ. അങ്ങനെയാണെങ്കിൽ എന്റെ ലീവിന്റെ കാര്യം മാനേജർ സാർ ഒന്ന് നോക്കിക്കോണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടെന്ന്. കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തോളൂ, അതാ നല്ലത്. സാർ ജോലി ചെയ്തോളൂ. ഐ എം ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. തെറ്റി തെറ്റി, എണ്ണം തെറ്റി. സാർ ഡെന്റൽ
സാർ ബാലകൃഷ്ണ എന്തു പറ്റി ബാലകൃഷ്ണ? നീ ഇവിടെ നിൽക്കണ്ട, അകത്ത് വാ. എന്താ വിളക്ക് കെടും. എന്താ ചേട്ടാ? ത്രിസന്ധ്യ നേരത്ത് നീ എന്തിനീ വാതിലൊക്കെ കൊട്ടിയടക്കുന്നേ? നിനക്ക് എന്ത് പറ്റി? അവൻ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആര്? ആ എബി. ആരടാ നീ? ആരോട് ചോദിച്ചിട്ടാ വളപ്പിക്കയറിയത്? ഈ നെടുമ്പുള്ളി തറവാടിന്റെ മുറ്റത്ത് കാലുകുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നമ്മളാരാ? നമ്മൾ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. നീ എന്തിനാ അവിടെ നോക്കണേന്ന്? മുഖത്ത് നോക്കി സംസാരിക്കടാ. നിക്ക് എവിടെ പോവാ? നിങ്ങൾക്ക് എന്താ കാര്യം? എന്റെ തറവാട്ടിൽ കയറി വന്ന് എനിക്കെന്താ കാര്യം ചോദിക്കാൻ നിനക്കെന്താ കാര്യം? ഇതെന്റെ വീടാ, എന്റെ ഭാര്യയും മക്കളും അവിടെ താമസിക്കണേ. പ്രായമായൊരു പെണ്ണുണ്ട്. ഇത് എവിടേക്കാ അവിടെ നോക്കണേ? നിന്നെപ്പോലുള്ള അനാഥ പ്രേതങ്ങൾക്ക് അലഞ്ഞിരിഞ്ഞ് നടക്കാനുള്ള സ്ഥലമല്ല ഇത്. പോടാ, എടാ പോ. എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, എന്നോട് സംസാരിക്കുകയും ചെയ്ത്, പിന്നെ എങ്ങനെയാ തോന്നലാവുന്നത്? എന്നാ പിന്നെ അവന്റെ ഗോസ്റ്റ് ആയിരിക്കും. അതാ ഞാനും പറഞ്ഞത്. എന്റെ ഭഗവതി, കണ്ട അവൻ നിൽക്കുന്നുണ്ടാ? അവൻ അവിടെ തന്നെ നിപ്പുണ്ട്. എവിടെ? അവിടെ ഒന്നും കാണുന്നില്ലെന്നേ. അവിടെ ഉണ്ട്. ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നീ കാണുന്നുണ്ടോടാ? ഇല്ല. ഒന്ന് പോയി നോക്കിയ മക്കളെ. നീ കഥ തുറക്കരുത്. ഇവിടെ ആരെയും കാണുന്നില്ല അമ്മേ. അവന് വെറുതെ തോന്നിയായിരിക്കടാ മോനെ. ഓവർഡോസുള്ള ഒരുപാട് മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻ ആയിരിക്കും. ആയിരിക്കും. ദേ കണ്ടാ? അയ്യോ, എവിടെ? അവിടെ നിൽക്കുന്നുണ്ടാ? അവിടെ എങ്ങും ആരുമില്ലടാ മോനെ. നിനക്ക് വെറുതെ തോന്നുന്ന. നീ ഒന്ന് അകത്ത് പോയി. അല്ലമ്മേ, ആ വെള്ളപ്പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ പോയി. ഇട്ടു. ഞാൻ പോകുന്നിടത്തൊക്കെ എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയാണ്. തന്നെ ഞാൻ എന്ത് ശല്യം ചെയ്തു? ഇവിടെ വന്നോ? ഇപ്പൊ ഡോക്ടർക്ക് വിശ്വാസമായല്ലോ. ദേ അവൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ ബാലകൃഷ്ണ, എന്താ ഇത്? ഡോക്ടർ അവൻ ഈ കസേരയിൽ ഇരിപ്പുണ്ട്. അവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. കമോൺ, റിലാക്സ്. യെസ്. എടോ, തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓവർ എക്സഷനും മെന്റൽ ടെൻഷനും ഒന്നും പാടില്ല മിസ്റ്റർ ബാലകൃഷ്ണൻ. മെന്റൽ ടെൻഷൻ ഉണ്ടാക്കുന്ന താനല്ലേ എന്നെ ഇടം വലം തിരിയാൻ വിടാതെ പിടിച്ചിരിക്കല്ലേ. എന്റെ ദേഹത്തോടരുത്. ഡോണ്ട് ടച്ച് മീ പ്ലീസ്, ലീവ് മീ അലോൺ. ഓക്കെ, കൂൾ ഡൗൺ ആൻഡ് റിലാക്സ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പുറത്ത് വെയിറ്റ് ചെയ്യണ്ട. എങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്നാ പുറത്ത് വെയിറ്റ് ചെയ്യ്. താങ്ക് യു. നിന്നെ ഞാൻ അവൻ പോയാ?